ഹലോ ഫ്രണ്ട്സ്, കുറ്റാട്ടൂരിലെ വീട്ടിലെ എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ ആയപ്പോൾ അവിടുത്തെ കാഴ്ചയാണിത്. ഒരുപാട് പുഷ്പങ്ങൾ ഇതുപോലെ വിടർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ മനസ്സിനൊരു പോസിറ്റിവിറ്റിയാണ്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ കിച്ചൺ ഡ്യൂട്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അടയാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും അട അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു, പക്ഷേ ഇപ്പോഴടയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതായത് ആഫ്റ്റർ പ്രഗ്നൻസി നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും എന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണ് കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ രാവിലെ ചായ കുടിക്കുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ അതങ്ങ് വെച്ചു. പിന്നെ അതാ സപ്പോട്ട ഇവിടെ കുറച്ചധികം പറിച്ച് വെച്ചിട്ടുണ്ട്. അത് പഴുത്തോന്നാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മധുരമുള്ളൊരു സപ്പോട്ടയാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായത്. അപ്പം അമ്മ അങ്ങനെ അടച്ചിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ധൻഷു ബേബി രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് എന്താണ് ആക്കുന്നതെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. അവൻ ഒരട ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ പല. പണ്ട് ആൾക്കാർ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. പലക എന്നൊക്കെയാണ് ഇതിന് പേര് പറയാറുള്ളത്. അങ്ങനെ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുടിക്കട്ടെ. ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ ഈ ഒരു ചായ മോർണിംഗിൽ കുടിക്കുമ്പോൾ. ഒട്ടും നല്ല ശീലമല്ല എന്നറിയാം, എന്നാലും അത് ശീലമായിപ്പോയി കേട്ടോ. ധൻഷു ബേബീൻ്റെ കളിക്കോട്ടാണ് ഈ ഫുള്ള് കാണുന്നത്. ഇവിടെ അച്ഛനും അമ്മയും അത്യാവശ്യമൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ധൻഷുവിന് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് കേട്ടോ. ഇത് നമ്മളെ കമുകിൻ്റെ ഇലയുടെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് അടയൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ ചെടിക്കൊക്കെ വെള്ളം നനക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധൻഷു ബേബിക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ബ്രഷ് എടുത്ത് നടക്കുന്നത്. പല്ല് തേപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണേ. അപ്പോൾ ധൻഷു ബേബീൻ്റെ സൈഡിൽ താഴത്തെ പല്ലിന് ചെറുതായിട്ട് കറ വരുന്നത്, കാരണം അവൻ തേക്കാനേ വിടത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛനാണ് പറഞ്ഞത് പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ കൂട്ടി തേക്കുകയാണെങ്കിൽ നല്ല പോലെ പെട്ടെന്ന് നീറ്റാവാൻ പറ്റും കേട്ടോ. അത് സത്യമാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അത് നീറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ധൻഷു ബേബിക്കുള്ളതാണ് ഞാനിവിടെ പൊട്ടിച്ച് നുറുക്കി ഇട്ടേക്കുന്നത്. അവന് ഈ ഒരു സംഭവം ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അച്ഛൻ പച്ചക്കറിക്കൊക്കെ വെള്ളം നിറക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ധൻഷു ആണെങ്കിൽ അച്ഛൻ എപ്പോൾ ഇതുപോലെ പൈപ്പ് എടുത്തു കഴിഞ്ഞാലും കൂടെ കൂടും കേട്ടോ. അവർ മുന്നേ ആ ഒരു സൈഡിൽ കയ്പ കൃഷിയാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് ഈ ചീരയാ? ഓർഗാനിക് ആയിട്ടുള്ള കുറേ അധികം വെജിറ്റബിൾസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇവർ തന്നെ. പിന്നെ ഇതുപോലെ കുറേ ചെടികളുണ്ട്, അതിനൊക്കെ അച്ഛൻ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കോയിവാലൻ എന്നൊക്കെയാണ് നാട്ടുമ്പുറത്തൊക്കെ പറയാം. ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കോയിവാലൻ എന്നാണ് ഇതിനെ പറയുക. ഇത് വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കനം കൊണ്ട് ചെടിയുമെന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനതെടുത്ത് ജസ്റ്റ് അത് പൊട്ടിപ്പോയല്ലോ എന്നുള്ളൊരിതിൽ ധൻഷു ബേബിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ അത് തലയിൽ തേക്കുന്നയാ? അതാന്ന് സാധനം എന്തോ എടുത്ത് തലയിൽ തേക്കുന്ന? ചാട് കളാ. അപ്പം അവരെ വെള്ളടിയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞില്ല കേട്ടോ. കാരണം രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ടാവും എല്ലാത്തിനും. പിന്നെ ഞാനിതാ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല, നിലവര ജെല്ലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഒന്ന് മുടിയൊക്കെ കെട്ടിയതിന് അടുത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക വൈബാണ്. ഇവിടെ ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ മുറിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുണ്ട്. കൊത്തടാ കൊത്ത് വേഗം വീഡിയോ എടുക്കട്ടെ. അവിടെയും കൊത്ത്, ആടെ കൊത്തല്ല വരമ്പാന്ന്, ഇപ്പുറം കൊത്ത് ഇടാം. ആടെ കൊത്തല്ല, ഇവിടെ കൊത്ത്. ഇവിടാ അച്ഛ ആടെ കൊത്താൻ പാടില്ലല്ലോ. ആടെ കൊത്തറുള്ളൂ, ഇവിടെ കൊത്തണ്ടേ. ഇടാ ഇവിടാ.
കൊത്തറ എന്നാന്നേ ദച്ചു കൃഷി നടാനാ? എന്തിനാ കൊത്തുന്നേ? വെറുതെ എങ്കിലോ? അച്ഛൻ വെറുതെ കൊത്തുന്നോലു. പച്ചക്കറി നടുന്നില്ല? എന്ത് പച്ചക്കറിയാ? അതുപോലത്തെ അച്ഛൻ്റെ പോലത്തെയാ? അത് കുമ്പളങ്ങ. അത് കുമ്പളങ്ങയല്ല അച്ഛാ? കുമ്പളങ്ങ നടുന്നേ? ഇവ കുമ്പളങ്ങ നടുന്നോലോ. ചേച്ച വെള്ളരിയാ പോലെ നടുന്നേ. മിക്സിയോ? ഓ, ഈ പ്ലാവൊക്കെ ഇവിടുന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ലൊരു തണൽ മരമായിരുന്നു, പക്ഷെ അത് ഭീഷണി ആയതുകൊണ്ട് മുറിച്ചാണ് ലൈനിൻ്റെ മേലേക്ക് വീഴുന്നത്. പ്ലാവിൻ്റെ തടി വെച്ചിട്ടാണ് ചെണ്ടയുടെ സൈഡിൽ ഏതോ ഒരു പോഷൻ നിർമ്മിക്കുന്നതെന്നുള്ളത് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ അലക്കി പുതപ്പ് അങ്ങനത്തതൊക്കെ എന്താ പറയുക വിരിച്ചിടുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറാലൊക്കെ അടിച്ചൊന്ന് തുടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണേ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. അതായത് അമ്മയുടെ കയ്യിൽ മിഷ്യൻ്റെ സൂചി കൊണ്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മിഷ്യൻ്റെ സൂചി പൊട്ടി കൈൻ്റെ ഉള്ളിൽ കയറി നഖത്തിൻ്റെ ഉള്ളിട്ടാ. അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് അമ്മയുടെ, വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് അൻഷു ബേബിക്ക് ഇവിടെ അമ്മ നാരങ്ങയൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്നതാണ് ഫുഡ്. കാരണം ഓരോരോ സമയം വെച്ചിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് തരും. ഇതുപോലെ പഴവും അങ്ങനെ നാരങ്ങ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഓരോരോ ടൈം വെച്ച് അച്ഛനും അമ്മയും കയ്യിൽ കൊണ്ടുതരും കേട്ടോ. അപ്പം ഞാനിതാ പിന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാറ്റി വയ്ക്കുന്ന മുട്ട ഒരു ഭാഗത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും കഴിച്ചില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുന്നതാണ്. പിന്നെ ഇതാ നല്ല വറ്റിച്ച് വെച്ച ഇന്നലത്തെ മൂളീശ്ശൻ കറിയുണ്ട്, അതും കൂട്ടിയിട്ടാണ് ഞാനിപ്പം ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ വറവ് ഒക്കെ ആക്കാൻ വേണ്ടി നോക്കുകയാണ് മുരിങ്ങയില. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് മുരിങ്ങയില ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പം പണ്ടത്തെ അത്ര ഇഷ്ടമല്ല. അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ ഒരുപാട് ഇതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കല്ലോ. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പം ഇതിനോട് പണ്ടത്തെ അത്ര ഒരു ഇഷ്ടമില്ല. പിന്നെ ഞാൻ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് എന്നോട് ഇങ്ങനെ പറയുകയാണെ താലോലിക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ വെച്ച് നോക്കിയാട്ടെ. എന്താ സങ്കടം വരുന്നു പൊളിക്കുന്നവരെ? അതെ, ഞാൻ അച്ഛനോട് ചോദിക്കല, അച്ഛൻ ഇത് പൊളിക്കാണ്ട് വെക്കാൻ പറയല്ലോ വേണം. പൊളിക്കാണ്ട് വെക്കാൻ പട്ടികയിലെല്ലാം പോയി എല്ലാവരുടെ ഒന്നോട്ടേ പൊളിക്കാണ്ട് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ ഏറ്റവും വിടുവല്ലോ. ഇതല്ലേ മച്ചെന്നല്ലേ അറിയാലോ. ചുമരൊന്നും അടിച്ചു വാരില്ല പേടിച്ചിട്ട്. മേലെ അട്ടോ കൊതുകൂടി അങ്ങനെ അടിച്ചു വാരണ്ട. വെള്ളമ്മക്ക് ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ പുതിയ വീട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീട് പൊളിച്ച് കളയാൻ വേണ്ടി പോവുകയാണ്. ഇത് പൊളിക്കാമെന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് സങ്കടം ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം നമ്മളൊക്കെ കളിച്ച് വളർന്ന ഒരിടം എന്ന് പറയുന്ന ഒരു വീട് തന്നെയാണിത്. കാരണം വെള്ളമ്മക്ക് 5 പെൺമക്കളായിരുന്നു. അപ്പം നമ്മളൊക്കെ അറിയാം 2 വീട്ടുകാരെന്ന് പറയുമ്പോൾ അത്രയും അറ്റാച്ച്മെൻ്റ് ആണ്. പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരാം കേട്ടോ. എല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. അല്ല മോൻ ചെടി നട്ടിട്ടുണ്ട്. അതെടുക്കണ്ടേ എന്താ പിന്നെ അടിയുണ്ടോ? ഇത് നീ നട്ടതാ? ദച്ചു നട്ടതാ? അല്ല വലുതാട്ടെ. ഇതെല്ലാം മൂത്ത വിളിച്ചടിക്കുമ്പോ എല്ലാം പോകും കേട്ടാ. എന്നാലും നട്ടത് കാണണ്ടേ നോക്കട്ടെ. വെല്ലുമ്മയുടെ പച്ചക്കറികളൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ. വെല്ലുമ്മ എന്ന് പറയുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ അത്രയും വേണ്ടപ്പെട്ട അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മേനെയും പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. വേറെ ഒന്നും എനിക്കതിൽ കൂടുതൽ പറയാനില്ല വെല്ലുമ്മേനെക്കുറിച്ച്.
അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ എന്താ വീട്ടിൽ വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ബാക്കി പിന്നെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് എന്താ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ വീണ്ടും വല്യമ്മേൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ചിട്ട്. അതായത് വല്യമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നമുക്ക് ലൈഫിൽ അതായത് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഞാൻ. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടുക അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ പറ്റുക, ഇതൊക്കെയാണ് കേട്ടോ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പറയാം എനിക്ക് ആ നല്ല ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ, സ്നേഹിക്കപ്പെടാനും നല്ല പ്യുവറായിട്ടുള്ള സ്നേഹം തിരിച്ച് കിട്ടാനും കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് എനിക്ക്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെയും വല്യമ്മയുടെ പച്ചക്കറി തോട്ടങ്ങളാണ് കേട്ടോ. അതിലൊക്കെ ഓരോരോ കായ്കൾ ഇതാ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ കഴിഞ്ഞു പോയ കാലം, നമ്മുടെ കുട്ടിക്കാലം, അന്നത്തെ ജീവിത രീതി, ഇതൊക്കെയല്ലേ. ഇവിടെ എനിക്ക് നല്ല നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി. പണ്ട് കാലത്ത് വിറക് വെച്ചിട്ടും ഓലക്കാലൊക്കെ വെച്ചിട്ടാണ് കത്തിച്ചിരുന്നത്. ഇന്ന് ഗ്യാസാണ് കേട്ടോ അതിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ പണ്ട് കാലത്ത് അലക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കല്ലുകളാണിത്. അതുപോലെ പണ്ടത്തെ അരക്കാൻ വേണ്ടി ഇന്ന് മിക്സി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ എടുത്തിരുന്നത്. അത് 2-3 ദിവസമായി വിളിക്കാതെ ഹായ്. അപ്പോൾ വല്യമ്മയുടെ ഈ ഒരു വീട്ടിൽ വന്ന് ഇതുപോലെ നിൽക്കുക, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സൊക്കെ അങ്ങ് നിറഞ്ഞു പോകുന്ന ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അതായത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായാലും എനിക്ക് ഓർമ്മ വരുന്ന ആ ഒരു സോങ്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ജീവിച്ചു വന്ന രീതികൾ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിലുപരിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലേ ഇന്നലകളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതായിരിക്കും പണ്ടത്തെ ആ ഒരു കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോഴേക്കും നമ്മൾ പഴയ കാലത്തെ ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാലമെന്ന് നമ്മളിന്ന് റിയലൈസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നെഞ്ചിങ്ങനെ പെടയുന്നൊരു വേദനയാണ്. അപ്പോൾ അതാ വല്യമ്മ തേനിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ എനിക്കിപ്പോൾ കാണിച്ചു തരുന്നത്. തേനിൻ്റെ അപ്പോൾ തേനീച്ചക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇത് ഇവിടെ വലയാക്കി വെച്ചിട്ടുള്ളത്. അവരതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഇതിൽ ഫുള്ള് കമുങ്ങാണ് കേട്ടോ. അതിൽ ഫുള്ള് ഇതാ ചെറുതേന് ഇതിങ്ങനെ പിഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് തേൻ ഇതിൽ നിന്ന് വീഴും കേട്ടോ. നമുക്ക് അധികവും ഈ ഒരു നാട്ടിൻപുറത്തൊക്കെ ഉള്ളത് എടുത്താൽ തേന് നമുക്ക് പലപ്പോഴായിട്ട് ഇതുപോലെ കിട്ടലുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വല്യമ്മ ഒരു കുപ്പിയിൽ ദൻഷുവിന് കൊടുക്കാൻ വേണ്ടി കുറേ അധികം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുതേന് നമുക്കൊരു മരുന്നായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വല്യമ്മ നട്ടുണ്ടാക്കിയ ചെടികളാണ് കേട്ടോ. നല്ല നല്ല ചെടികൾ ഇതുപോലെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടുന്നതാണ് വല്യമ്മ ഇപ്പോൾ ഇവിടെ നട്ട് വെച്ചേക്കുന്നത്. പണ്ട് ഇവിടെ ചേച്ചിമാരൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഇഷ്ടം പോലെ ചെടിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഇളയ ചേച്ചിക്ക് ചെടിയുടെ ഒരു ഭ്രാന്ത് ഉണ്ടെന്ന് തന്നെ പറയാം. രമ്യേച്ചിക്ക് അത്രയധികം ചെടി രമ്യേച്ചീൻ്റെ കളക്ഷനിലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത്ര ഇല്ലെങ്കിലും വല്യമ്മയുടേതായിട്ടുള്ള കുറച്ചധികം ചെടികളുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ അത് വല്യമ്മ എന്താ പറയുക നോക്കി വളർത്തി നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളുണ്ട് ഇവിടെ. ഇതിൻ്റെയൊക്കെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് സിമെൻറ്റ് ചാക്കിലാണ് നട്ടേക്കുന്നത് കേട്ടോ. അതൊക്കെ ഇതൊന്നാ കയ്പയ്ക്ക ഇത് അത് നരങ്ങുമ്പോഴത്തേൻ്റെ ഒരുപാട് ഇത് കടലാസ് പുഷ്പത്തിൻ്റെ 2 കൊമ്പ് ഞാൻ മധുവിൻ്റെ എടുക്കുന്ന കൂടെ നിൽക്കി അത് ഞാൻ വെച്ചോ. ഇതൊക്കെ ചെടികളാണ് കേട്ടോ. ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വലിയൊരു തോടുണ്ട്. പണ്ട് ഇഷ്ടം പോലെ വെള്ളമൊക്കെ വരും. നമ്മൾ കുളിക്കാൻ നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഒട്ടുമിക്ക സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയൊക്കെയാണ് കേട്ടോ. സ്കൂളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേര് വന്ന് കുളിക്കുന്നത് ഇതാണ് കേട്ടോ തോട്. പണ്ട് ഇത് നല്ല വലിയൊരു തോടായിരുന്നു. അപ്പോൾ ആരും യൂസ് ചെയ്യാതെ അതൊക്കെ ഒരു കോലത്തിലായിട്ടുണ്ട്. അവിടെ നിന്ന് അലക്കുക, കുളിക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊക്കെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും കാലങ്ങളൊക്കെ മാറി എന്തൊക്കെയോ ആയി കേട്ടോ. എന്നാൽ ശരിക്കും നമുക്കൊക്കെ അത്
കുറച്ച് കാലമേ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മീൻ എന്തെല്ലാം വളം ഇട്ടേ? വളം ഇട്ടിന്, പിന്നെ കേറ്റമ്പോസ്, പിന്നെ യൂറിയ, പൊട്ടാഷ്, അങ്ങനത്തെ എല്ലാം ഇട്ടു. അങ്ങനത്തെ വളങ്ങളെല്ലാം ഇട്ടാലേ ശരിയാവും അല്ലേ? അങ്ങനത്തെ വളങ്ങൾ ഇട്ടാല് നന്നാവും. പിന്നെ ഇതാ പച്ചമുളക്, അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പച്ചക്കറികൾ വല്ലമ്മ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്ന് എനിക്ക് കാണിച്ചു തരാണ്ട, ഞാനതൊക്കെ എന്താ പറയുക ഒരു സന്തോഷത്തിന് വേണ്ടി വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഇത് ചെടികളൊക്കെ ചെറിയ ചെറിയ നല്ല ഒരു കളർ ചെടിയാണത്. നല്ല ഭംഗിയുണ്ട്. അത് നല്ല പൂവല്ല, വലിയ സൈസ് ചെമ്പരത്തി, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തു. ഏത് ഇതാ താലപ്പൊലിക്ക് വരെയോറാ നമ്മയുടെ ഇതാണ് എൻ്റെ വെല്ലമ്മ കിടക്കുന്ന പുതിയ വീട്. ഞാനിതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. വെല്ലമ്മ എന്നോട് പലപ്പോഴായിട്ട് പറയാറുണ്ട് ഉള്ളിൽ കയറി കണ്ടോന്ന്. പക്ഷേ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ഈ ഒരു വീട്ടിൽ കയറണം, അതായത് കയറി താമസത്തിൻ്റെ വെല്ലമ്മേൻ്റെ കുടിയേലിൻ്റെ അന്ന് മാത്രമേ ഞാനിവിടെ കയറുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് നിൽക്കുന്നത്, അതായത് വെല്ലമ്മയുടെ കയറി താമസത്തിന് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എപ്പോഴാണ് പണി തീരാറായോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വെല്ലമ്മയുടെ കുടിയേൽ എന്നൊക്കെ പറയുമ്പം. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെല്ലമ്മയുടെ വിശേഷങ്ങൾ, വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനപ്പോൾ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ അതങ്ങനെ ഞാൻ തിരിച്ചെത്തി. നമ്മൾ ഇന്ന് തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വെല്ലമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഇനി താലപ്പൊലിയാണ് നമ്മുടെ നാട്ടിലെ മെയിനായിട്ടുള്ള ആഘോഷം, കാവിൽ. അപ്പോൾ അതിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ അച്ഛൻ ഈവനിങ്ങുള്ള ചെടി നനക്കൽ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് തിരിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു വിഷമമാണ് കേട്ടോ എനിക്ക്. നമുക്ക് സ്വന്തം വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണിക്കല്ലോ, അതിപ്പോൾ ഒരു ദിവസത്തേക്ക് വന്നാൽ കൂടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി വീഡിയോസൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.